അസ്സലാമു മൈ ഡിയേഴ്സ്. ഇന്ന് മിസ് നിങ്ങൾക്ക് ഒരു പുതിയ ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് മിസ് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വെള്ളത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ? നെഹറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പിന്നെ നമ്മുടെ ഖുറാബ്, അർനബ്, ഫീല്, താവൂസ് അല്ലേ, ഇവരെ കുറിച്ച് പറയുന്നതും നമ്മളെ കുറിച്ചിട്ട് പറയുന്നതും ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു. അപ്പോൾ മിസ് ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് ഒരു പോയമാണ്. നമ്മൾ വെള്ളത്തിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ? എന്തൊക്കെ ഉറവിടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ലെസണിൽ പഠിച്ചത്? നെഹറിനെ കുറിച്ച് പഠിച്ചു അല്ലേ? നെഹർ, ബഹർ, ഐന്, ജദുവൽ, ഇങ്ങനെ സോഴ്സ് ഓഫ് വാട്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഈ ലെസണിലൂടെ നമ്മൾ പഠിച്ചു. ഇനി നമുക്കൊരു പോയമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ആ പോയം മിസ് ഒന്ന് ചൊല്ലിത്തരാം. എന്നിട്ട് എങ്ങനെയാണ് ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കുക. പോയം ഒരു വട്ടം ശ്രദ്ധിച്ച് കേട്ടാൽ പോലെ പല പ്രാവശ്യം കേട്ട് കഴിഞ്ഞാലാണ് നിങ്ങൾക്കത് ചൊല്ലാനും ബൈ ഹാർട്ട് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? മിസ്സ് പദ്യം ചൊല്ലുന്നത് ശ്രദ്ധിച്ച് മക്കൾ കേൾക്കണം. മിസ്സിനേക്കാളും നല്ല ട്യൂണിൽ ചൊല്ലാൻ അറിയാവുന്ന കുട്ടികൾ നമ്മുടെ ക്ലാസ്സുകളുണ്ട് എന്ന് മിസ്സിന് അറിയാം. അപ്പം മിസ്സ് പാടിയ പോലെ തന്നെ പാടണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്യൂണിൽ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പദ്യം ചൊല്ലാട്ടോ. അപ്പം നമുക്ക് പദ്യം കേട്ടാലോ? ماء النهر أسرع يجري حين دعاه صوت البحر ثم انطلق يروي البشر يسقي سهلا والمنحدرا زبد هلو يعلو موجا يرقص فرحا يبهس بهجا قال البحر تعالى هيا إني اشتقت إليك بنيا ماء النهر أسرع يجري حين دعاه صوت البحر ثم انطلق يروي البشر يسقي سهلا والمنحدرا زبد هلو يعلو موجا يرقص فرحا يبهس بهجا قال البحر تعالى هيا إني اشتقت إليك بنيا. നമുക്ക് ഈ പദ്യത്തിൻ്റെ അർത്ഥം നോക്കിയാലോ? അപ്പോൾ മിസ് പദ്യം ചൊല്ലി തന്നത് എല്ലാവരും കേട്ടില്ലേ? അപ്പോൾ ഇതേ ട്യൂണിൽ നിങ്ങൾ ചൊല്ലി പഠിക്കുക. ഇതല്ല വേറെ ഏതെങ്കിലും ട്യൂണ് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള ട്യൂണിൽ നിങ്ങൾക്ക് പാടാം. അപ്പോൾ മാ ഉൻ നെഹർ അല്ലേ, നമ്മൾ ഈ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ഭാഗം തന്നെ നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഒരു പുഴയെ കുറിച്ചാണ്, നെഹറിനെ കുറിച്ചാണ് അല്ലേ? നെഹർ എങ്ങനെയാണ് ഉണ്ടായതെന്നും ആരൊക്കെ ചേർന്നപ്പോഴാണ് ഒരു നെഹർ ആയതെന്നും നെഹർ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? നെഹർ ആദ്യം ഒരു കൊച്ചരുവിയായിരുന്നു. പിന്നെന്തായി? ഒരു കനാല് കൂടിയപ്പോൾ ഞാനൊരു പുഴയായിട്ട് മാറി. അങ്ങനെ പുഴയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് ഒരാൾ ജദുവലിനെ കണ്ടുമുട്ടി അല്ലേ? അങ്ങനെ ജദുവലും കൂടി ചേർന്നപ്പോൾ എന്തായി മാറി? ഒരു പുഴയായിട്ട് മാറി. അങ്ങനെ നമ്മുടെ നെഹർ എവിടേക്കാണ് പോകുന്നത്? കടലിലോട്ട് അല്ലേ? അങ്ങനെ നെഹർ കടലിലേക്ക് പോകുന്ന വഴിയിൽ നെഹർ ആർക്കൊക്കെ വെള്ളം കൊടുത്തു? മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും അങ്ങനെ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിനൊക്കെ ഒഴുകുന്ന വഴിയിൽ എന്തെല്ലാം ഉണ്ടോ അവർക്കൊക്കെ നെഹർ എന്ത് ചെയ്തു? വെള്ളം കൊടുത്തു. അങ്ങനെ നെഹർ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഒഴുകി ഒഴുകി കടലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ നമ്മുടെ നെഹർ അടുത്തെത്താറായി. അങ്ങനെ നെഹർ പറയാണ് കേട്ടോ, മാ ഉന്നഹിരി അസ്റായജിരി. മാ ഉന്നഹിരി നമ്മുടെ പുഴവെള്ളം ഉണ്ടല്ലോ, അസ്റായജിരി അതിൻ്റെ
ഒഴുക്കിൻ്റെ സ്പീഡ് അങ്ങോട്ട് കൂട്ടി. എപ്പോൾ? ഹീന ദാഹു സൗത്തുൽ ബഹരി. എപ്പോഴാണ് നെഹ്ർ അതിൻ്റെ ഒഴുക്കിൻ്റെ സ്പീഡ് കൂട്ടിയത്? ഹീന ദാഹു സൗത്തുൽ ബഹരി. നമ്മുടെ കടലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ. അതായത് കടലിങ്ങനെ പുഴേനിങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടലിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കാറില്ലേ? കേട്ടിട്ടില്ലേ? കടലിൻ്റെ ശബ്ദം തിരമാല വന്നടിക്കുമ്പോഴുള്ള ശബ്ദമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ നമ്മുടെ പുഴ എന്ത് ചെയ്തു? പുഴയുടെ സ്പീഡ്, ഒഴുക്കിൻ്റെ സ്പീഡ് അങ്ങോട്ട് കൂട്ടി. സുമ്മൻ തൊലക എർവിൽ ബഷറ. അങ്ങനെ നെഹ്ർ ഈ ഒഴുകുന്ന സമയത്ത് അതിങ്ങനെ വിശാലമായിട്ട്, സുമ്മൻ തലക, അങ്ങനെ വിശാലമായിട്ട് ഒഴുകുകയാണ്. അതോടൊപ്പം തന്നെ എർവിൽ ബഷറ, മനുഷ്യർക്ക് എന്ത് ചെയ്തു? വെള്ളം കൊടുത്തു. മനുഷ്യർക്ക് മാത്രമാണോ? യസ്കി സഹല വൽ മുൻഹദറ. ഉയർന്ന സ്ഥലവും, അതായത് ഉയർന്ന സ്ഥലവും താഴ്ന്ന സ്ഥലവും ഉള്ള വസ്തുക്കൾക്കും വെള്ളം കൊടുത്തു. അതായത് ഒഴുകണ സമയത്ത് ഉയർന്ന സ്ഥലം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മലമുകൾ, അതായത് മലയിലുള്ള വസ്തുക്കൾക്കും, അതായത് താഴ്ന്ന സ്ഥലം, അതായത് മലഞ്ചെരുവുകൾ അല്ലേ, താഴ്ന്ന സ്ഥലം, ഉയർന്ന സ്ഥലത്തും അതുപോലെ താഴ്ന്ന സ്ഥലത്തിലൂടെയും അവിടെയുള്ള വസ്തുക്കൾക്കും അതുപോലെ മനുഷ്യർക്കുമെല്ലാം നമ്മുടെ പുഴ എന്ത് ചെയ്തു? വെള്ളം കൊടുത്തു. അങ്ങനെ നമ്മുടെ പുഴ അങ്ങനെ ഒഴുകണം. ജബദുൻ ഹുൽവുൻ യൗലു മൗജൻ. അങ്ങനെ നമ്മുടെ പുഴ കടലിൻ്റെ അടുത്തെത്താറായപ്പോൾ നമ്മുടെ കടലിലെ തിരയുണ്ടല്ലോ, തിര എന്ത് ചെയ്തു? തിര നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഒരു ഇങ്ങനെ പത പോലെ, ഇങ്ങനെ നമുക്ക് പത പോലെ അല്ലേ, വൈറ്റ് കളറാണ് നമുക്ക് കാണാം അല്ലേ തിര വന്നടിക്കുമ്പോൾ. അപ്പോൾ ഈ തിര ഇങ്ങനെ വന്നടിക്കുമ്പോൾ ഇങ്ങനെ ഓളങ്ങളുണ്ടായി. എന്താ ഓളം എന്ന് വെച്ചാൽ, ഇങ്ങനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഓളം കണ്ടിട്ടുണ്ട്? ഇങ്ങനെ വെള്ളത്തിലൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഷേപ്പ് ഇതായി മാറും. നിങ്ങൾ നോക്കി നോക്കുക, നമ്മൾ വെള്ളത്തിൽ നിന്ന് നമ്മൾ വിരലൊന്ന് വെച്ച് നോക്കിയാൽ കാണാം, ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ റൗണ്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ നമ്മൾ തിര വന്ന് ഇങ്ങനെ അടിക്കണം. അത് കാണാൻ എന്തൊരു ഭംഗിയാണ്. തിര വരുമ്പോൾ ആ പൊങ്ങിപ്പോകുന്ന പതയും അതുപോലെ അതിൻ്റെ ഓളവും കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇത് കാണുമ്പോഴോ എനിക്കെന്താ ഫീൽ ചെയ്യുന്നത്? യർക്കോസു ഫർഹാൻ യബ്ഹസു ബഹ്ജ. ഞാൻ എന്താണ്? സന്തോഷം കൊണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്, ആഹ്ലാദം കൊണ്ടും സന്തോഷം കൊണ്ടും. ബഹ്ജ മീൻസ് ആഹ്ലാദം, സന്തോഷം ആഹ്ലാദമൊക്കെ ഒന്ന് തന്നെ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഡാൻസ് കളിച്ചു. കാലൽ ബഹ്റു താല ഹയ്യ. കടല് എന്നെ കണ്ടപ്പോൾ കടൽ പറഞ്ഞു, താല അയ്യ, എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നിസ്തത്തു ഇലൈക്ക ബുനയ്യ. എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. എങ്ങനെ? ഇലൈക്ക ബുനയ്യ, ഒരു കൊച്ചു കുട്ടിയെ നമ്മൾക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത് അതുപോലെയാണ് എനിക്ക് നീ ഒരു കൊച്ചു കുട്ടീനെ പോലെയാണ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം. ഇതാര് പറഞ്ഞു? നമ്മുടെ കടല് പുഴയോട് പറഞ്ഞു. അപ്പം ഇതാണ് നമ്മളുടെ പദ്യത്തിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് അർത്ഥമല്ല മെയിനായിട്ട് പഠിക്കേണ്ടത്, അതിന് നമുക്ക് പഠിക്കേണ്ടത് ഈ പദ്യം നല്ല ട്യൂണിൽ ചൊല്ലി പഠിക്കുക. മിസ്സ് പറഞ്ഞ ട്യൂണിൽ ചൊല്ലണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്യൂണിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചൊല്ലാം. ഓക്കെ, നിങ്ങൾക്ക് ഏത് ട്യൂണിൽ വേണമെങ്കിലും ചൊല്ലാം. ഇനിയിപ്പോൾ മിസ്സ് ഒരു ട്യൂണ് പറഞ്ഞു, ആ ട്യൂണിൽ തന്നെ പാടണം, അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏത് ട്യൂണാണ് ഇഷ്ടം ആ ട്യൂണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പദ്യം ചൊല്ലിപ്പഠിക്കാം. ഓക്കെ, അപ്പോൾ മിസ്സ് പദ്യം ചൊല്ലിയത് എല്ലാവരും കേട്ടല്ലോ. പിന്നെ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അർത്ഥമല്ല പ്രാധാന്യം, ഇവിടെ പോയം നല്ല ട്യൂണിൽ, പല ട്യൂണിലും പലവിധ ട്യൂണിൽ ചൊല്ലി പഠിക്കുക. അതാണ് നമുക്ക് പോയം കൊണ്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ അത് ചൊല്ലിപ്പഠിക്കുക. പിന്നെ അടുത്ത ഒരു ആക്ടിവിറ്റി എന്നുള്ളത്, ഇവിടെ 3 പോയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ 3 പോയത്തിൽ നമ്മളുടെ മാഉൻ നെഹ്ർ എന്ന പദ്യവുമായിട്ട് സ്യൂട്ടായി വരുന്നത് ഏത് പോയത്തിൻ്റെ ലൈനാണ് എന്നാണ് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റതാണ് അതിന് സ്യൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മിസ് പറയും.
അമാമൽ ബഹിരി ഖദ് വഖഫ സ്വബിയും യജുമൗ സ്വദഫ വഹീനൽ മൗജു ബല്ലലഹു ഹസ്സൽ ബർദ വർത്തജഫ. അതായത് ഞാൻ കടലിൻ്റെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ ഞാനൊരു ചെറിയ കുട്ടിയെ പോലെയായി. തിരമാല എന്നെ വന്ന് സ്പർശിച്ചപ്പോൾ എനിക്ക് തണുപ്പും തോന്നി. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളുടെ ഈ പദ്യവുമായിട്ട് യോജിച്ച് വരുന്ന പദ്യം ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആദ്യം മാഉൻ നെഹ്റു എന്ന പദ്യം എഴുതണം. അതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ എഴുതാം. നുൻഷിദുൽ അബയാത്ത വനക്തഷിഫു അൽഹാനൻ തുവാഫിഖു ഷിയറ മാഉൻ നെഹ്റു. ആ ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസറായ അമാമൽ ബഹരി ഖദ് വഖഫ എന്ന ഈ 2 ലൈൻ എന്ത് ചെയ്യണം, നിങ്ങൾ എടുത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. അതാണ് നമുക്ക് ഈ ലെസണിൽ വരുന്ന നിങ്ങളുടെ ആക്ടിവിറ്റി. പിന്നെ നമ്മൾക്ക് അടുത്തത് വരുന്നത് ഒരു ആക്ടിവിറ്റി തന്നെ. ആക്ടിവിറ്റി ബേസ് നമ്മൾ ഈ ബാലരമയും ബാലഭൂമിയിലൊക്കെ ചിത്രകഥകൾ ഉണ്ടാവില്ല, അതുപോലെ പിക്ചർ വെച്ചിട്ട് ഒരു സ്റ്റോറി നമ്മൾ ഈ ലെസൻ്റെ, അതായത് ഈ ടേമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മിസ്സ് മഴ എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഒരു മഴത്തുള്ളി, ഒരു കത്തറത്ത് എന്ന് വെച്ചാൽ മഴത്തുള്ളി. ആ മഴത്തുള്ളി പറയണം മഴത്തുള്ളീനെ കുറിച്ചിട്ട്. അപ്പോൾ എന്താണ് നമ്മുടെ മഴത്തുള്ളി പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ. ഓക്കെ. അന ഖത്തറത്തു മാഉ കുന്തു ഫിൽ ബഹർ. അന ഞാൻ, ഖത്തറത്തു മാഇൻ ഒരു വെള്ളത്തുള്ളിയാണ്. ഖത്തറത്ത് മീൻസ് തുള്ളി, മാ എന്ന് വെച്ചാൽ വെള്ളം. കുന്തു ഫിൽ ബഹർ കടലിലുള്ള ഒരു വെള്ളത്തുള്ളിയാണ് ഞാൻ. ഇഷ്തദ്ദൽ ഹർറു ചൂട് ശക്തിയായപ്പോൾ, ഫർതഫഅതു ഞാൻ എന്ത് ചെയ്തു, പൊങ്ങിപ്പോയി, ഇലസമാ ആകാശത്തിലേക്ക്. ചൂട് കൂടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആകാശത്തിലോട്ട് പൊങ്ങിപ്പോയി. അതെങ്ങനെ ആകാശത്തിലോട്ട് പൊങ്ങിപ്പോകുന്നത്? നീരാവിയായിട്ട്. എന്താ നീരാവി എന്നറിയാം നിങ്ങൾക്ക്? നമ്മൾ ഇപ്പോൾ ചൂടുള്ള ചോറോ അല്ലെങ്കിൽ ചായയോ അല്ലെങ്കിൽ കറികളോ ഒരു പാത്രത്തിൽ നമ്മൾ ഒഴിച്ച് വെക്കുക. നമ്മളതൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഒരു പുക പോലെ ഒരു സാധനം ഇങ്ങനെ പോകുന്നുണ്ടാവും. അതാണ് നമ്മുടെ നീരാവി. അപ്പോൾ അതുപോലെ ഞാൻ ആവിയായിട്ട്, നീരാവിയായിട്ട് ഞാൻ എന്ത് ചെയ്തു, മുകളിലോട്ട് പോയി. എന്നിട്ടോ ഇഖ്തഫൈതു ഞാൻ ഒളിച്ചിരുന്നു, മറഞ്ഞിരുന്നു. ഫിൽ ഗമാം മേഘങ്ങൾക്കിടയിൽ ഞാൻ എന്ത് ചെയ്തു, മേഘങ്ങൾക്കിടയിൽ ഞാനിങ്ങനെ ഒളിച്ചിരുന്നു. ഹബ്ബത്ത് റീഹുൽ ബാരിദ, ഹബ്ബത്ത് റീഹു കാറ്റ് വീശിയപ്പോൾ, അൽ ബാരിദ തണുത്ത കാറ്റ്. ഫനസൽതു മത്വറ ഞാൻ എന്തായി മാറി, മഴയായിട്ട് ഞാൻ പെയ്തു. നമ്മൾ സാധാരണ മഴ പെയ്യുന്നതിന് മുമ്പ് ഒരു തണുത്ത കാറ്റ് വീശാറില്ലേ, അതന്നെ. അങ്ങനെ തണുത്ത കാറ്റ് വീശിയപ്പോൾ ഞാൻ എന്തായിട്ട് മാറി, ഒരു മഴയായിട്ട് മാറി. സഖൈത്തുൽ അർളൽ മൈത്തത്ത ഞാൻ നിർജീവമായി കിടക്കുന്നു. മൈത്തത്ത് എന്താ, മയ്യത്ത് എന്താ, ജീവനില്ലാത്തൊരു വസ്തു അല്ലേ, മയ്യത്ത് അല്ലെ, ജീവനില്ലതിന്. അതുപോലെ നിർജീവമായി കിടക്കുന്നു, വറ്റി വരണ്ട് കിടക്കുന്ന ഭൂമിയെ ഞാൻ നനച്ചു. സഖൈത്തു ഞാൻ നനച്ചു, അൽ അർള ഭൂമി, അൽ മൈത്തത്ത. എന്നിട്ട് നമ്മുടെ മഴത്തുള്ളി പറയാണ്, ഖത്രത്ത് പറയാണ്, അന സഗീറുൻ ഞാൻ ചെറുതാണ്, ഫിൽ ഹജ്മി രൂപത്തിൽ, എൻ്റെ രൂപത്തിൽ ഞാൻ എന്താണ്, ചെറിയാണ്, ചോട്ടയാണ്. കബീറും ഫിൽ അമൽ അപ്പം ഞാൻ ചെയ്യുന്ന ജോലിയിലോ ഞാൻ വലിയ ആളാണ്. ഞാൻ ആൾ ചെറുതാണെങ്കിലും എൻ്റെ ജോലി, ഞാൻ ചെയ്യുന്ന ജോലി എന്താണ്, വലിയൊരു മഹത്തായ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഖത്രത്തിനെ കുറിച്ച് എന്ത് ചെയ്തു പറഞ്ഞു. അതിന് ശേഷം താഴെ 4 ക്വസ്റ്റ്യൻ വേർഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ വഹദയിൽ, ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ അങ്കിളിൻ്റെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേ സംഭവം തന്നെ, ഐന, മാത, കൈഫ, മത്ത അല്ലേ. ഐന നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, ഐന മീൻസ് വേർ, മാത വാട്ട്, കൈഫ ഹൗ എങ്ങനെ, മത്ത
വെൻ, എപ്പോൾ. അപ്പോൾ ഈ അദവാത്തുൽ ഇസ്തിഫാം വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. 4 ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. എന്നിട്ട് മിസ് എന്ത് ചെയ്യുക? നോട്ട് തരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് തരാം. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പദ്യം ട്യൂണിൽ നന്നായിട്ട് പഠിക്കുക. അതുപോലെ ഈ ലെസൺ എന്ത് ചെയ്യുക? ഈ പേജ് എന്ത് ചെയ്യുക? നന്നായിട്ട് റീഡ് ചെയ്യുക.